ശ്രീ കെ പി ഫാബിയൻ, സ്വാഗതം ജനം ടി വി ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക്. എന്താ പറയുക, നമ്മളുടെ കെയർഫുള്ളി കാൽക്കുലേറ്റഡ് സ്ട്രൈക്സ്, സർജിക്കൽ സ്ട്രൈക്സ് ആയിരുന്നു. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് ആയിരുന്നു. തന്നെയുമല്ല, ഇത് മിലിറ്ററി ടാർഗറ്റ്സിനെയല്ല നോക്കിയത്, ഇത് ടെററിസ്റ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് നോക്കിയത്. അപ്പോ നമ്മളെല്ലാവരും നമ്മുടെ ആം ഫോഴ്സിന് സല്യൂട്ട് ചെയ്യണം. അതൊന്ന്. അതിന് മുമ്പ് താങ്കളുടെ ചോദ്യം എങ്ങനെയാണ് നമ്മൾ നയതന്ത്ര തലത്തിൽ ഇതിനുള്ള ഒരുക്കം തുടങ്ങിയതെന്ന്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി, അതായത് പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിൽ, UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു മെമ്പറാണ്. ഈ കാര്യം അവിടെ ഉന്നയിച്ചു, ഒന്നും കിട്ടിയില്ല. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഉന്നയിച്ചു, ഒന്നും കിട്ടിയില്ല. രണ്ടാമത്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അറിയാം പാകിസ്ഥാനാണ് പഹൽഗാമിന്റെ ഉത്തരവാദിത്വം. തന്നെയുമല്ല, ഇപ്പോൾ ഇതെല്ലാം പഠിക്കുന്നവർക്കറിയാം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആർമി ചീഫിനാണ്. കാരണം ജനറൽ മുന, അദ്ദേഹം ഈ 22 ഏപ്രിലിന് മുമ്പ് തന്നെ, കുറെ ദിവസങ്ങൾ മുമ്പ് തന്നെ ട്വീറ്റ് എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, അതായത് ബലൂചിസ്ഥാനിലുണ്ടായ ആ ട്രെയിൻ റെയ്ഡിന്റെ പിന്നിൽ ഇന്ത്യയുണ്ട്. അദ്ദേഹം പറഞ്ഞു ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഒരു കോട്ട് സ്ട്രാറ്റജിക് റെസ്പോൺസ് അൺകോട്ട് ഉണ്ടാവും അടുത്തു തന്നെ എന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കാശ്മീർ പാകിസ്ഥാന്റെ ജഗുലർ വെയിൻ ആണെന്നും പറഞ്ഞു. അപ്പോ അദ്ദേഹം നമുക്ക് മുന്നറിയിപ്പ്, ഞാൻ പറഞ്ഞാൽ ഏതാണ്ട് തന്നിരുന്നു. നമ്മൾ അത് വളരെ കാര്യമായിട്ടെടുത്തു. നമ്മളുടെ സെക്യൂരിറ്റി ലെവലിൽ ഒരുപാട് കൺസൾട്ടേഷൻസ് ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ പഹൽഗാമിന് സംഭവിച്ച സ്ഥലത്ത് ഏതാണ്ട് 2000 പേർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ. വേറെ അതിനേക്കാൾ വലിയ സ്ഥലങ്ങളിൽ കുറെ സിഗ്നൽസ് ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതൊന്ന്. രണ്ടാമത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മുഴുവൻ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മൾ ചെയ്തത് സെൽഫ് ഡിഫൻസ് ആണ്. ഇത് ഒരു ഇൻവേഷൻ അല്ല, ഇതൊരു അറ്റാക്കും അല്ല, ഇതൊരു സെൽഫ് ഡിഫൻസ് ആക്ട് ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് കണ്ടു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് എ ഷെയിം ആൻഡ് ഐ വാണ്ട് ദിസ് ടു എൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അതായത് നമ്മൾ പ്രസിഡന്റ് ട്രംപിന്റെ സൈക്കോളജി മനസ്സിലാക്കണം. അദ്ദേഹം കാൻഡിഡേറ്റ് ആയിട്ട് പറഞ്ഞു യുക്രൈൻ വാർ 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കും. ഇതുവരെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഗാസയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് നെതന്യാഹുവിന് ഒരു എന്താ പറയാ, കാർട്ട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ്. അത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ പറയാനുള്ളത്, ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ വീക്കർ പാർട്ടിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നത് ബുദ്ധിപരമായിരിക്കില്ല. എന്നാൽ വേറൊരു കാര്യമുണ്ട്, പാകിസ്ഥാനിലെ ലീഡർഷിപ്പ് സിവിലിയൻ തന്നെയല്ല, മിലിറ്ററി ലീഡർഷിപ്പാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. സിവിലിയൻ ലീഡർഷിപ്പ് വളരെ ഇൻസെക്യൂർ ആണ്. മിലിറ്ററി ലീഡർഷിപ്പ് വളരെ ഇൻസെക്യൂർ ആണ്. കാരണം ബലൂചിസ്ഥാനിലൊക്കെ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്സ് ഉണ്ടാകുന്നുണ്ട്. അതൊന്നും എന്താ പറയുക, പ്രിവെന്റ് ചെയ്യാൻ മിലിറ്ററിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇൻസെക്യൂർ ലീഡർഷിപ്പ് ഉള്ളപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അവര് ബുദ്ധിപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കും. അതും എല്ലാം നമ്മൾ അത് എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഭാരതത്തിലെ ജനങ്ങൾ
സർക്കാരിന്റെ വേറെ ചില നയങ്ങളോട് എന്താ യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഭാരതത്തിൽ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എന്താ പറയുക എക്സലൻസ്, അതിന്റെ മാജിക്. ശ്രീ ഫാബിയൻ, ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, നയതന്ത്രപരമായ ഒരു മുന്നൊരുക്കം ഭാരതം നടത്തിയിരുന്നു. ഒരു മുൻ നയതന്ത്ര വിദഗ്ധൻ എന്നുള്ള നിലയിൽ വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ഡീൽ ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ആദ്യം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നു, ഓരോ നേതാക്കളുമായി സംസാരിക്കുന്നു. നമ്മുടെ മുതിർന്ന ഭരണ നേതൃത്വം അവരുടെ കൗണ്ടർ പാർട്സുമായി സംസാരിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മറ്റ് സെക്യൂരിറ്റി അഡ്വൈസേഴ്സുമായിട്ട് സംസാരിക്കുന്നു. പ്രതിരോധ മന്ത്രി മറ്റ് പ്രതിരോധ മന്ത്രിമാരുമായിട്ട് സംസാരിക്കുന്നു, അതൊരു ഭാഗത്ത് ഉറപ്പാക്കുന്നു. UN സുരക്ഷാ കൗൺസിലിൽ ഇത് സംബന്ധിച്ച് ചർച്ച വരുന്നു. തലനാരിഴയ്ക്കാണ് പാകിസ്ഥാനും ചൈനയും കൂടി ചേർന്നിട്ടൊരു സുപ്രധാന പ്രഖ്യാപനത്തിൽ വെള്ളം ചേർത്ത് വിട്ടത്. പക്ഷേ ഇന്ന് അത് ചർച്ചയ്ക്ക് ഒരുവിൽ വന്നപ്പോൾ ഇന്നലെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന കാഴ്ച നാം കണ്ടു. ഭാരതത്തെ രാജ്യാന്തര തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ രാജ്യാന്തരവൽക്കരിച്ച് ഇതൊരു ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റി രാജ്യാന്തര ഇടപെടൽ ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ ശ്രമം അമ്പേ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ചോദ്യമുനയിലായിരുന്നു പാകിസ്ഥാൻ. എങ്ങനെ ടൂറിസ്റ്റുകളെ തേടി പിടിച്ച് അവരുടെ മതം ചോദിച്ച് വെച്ച് വീഴ്ത്തിയെന്ന്, എങ്ങനെ പാകിസ്ഥാനിലെമ്പാടും ഇങ്ങനെ ടെറർ നഴ്സറികൾ ഇങ്ങനെ തഴച്ചു വളരുന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ പതറി. ഒടുവിൽ UN സെക്യൂരിറ്റി കൗൺസിലിനെ കൺവിൻസ് ചെയ്യാൻ ഭാരതത്തിന് സാധിച്ചു. മറ്റൊന്ന്, അങ്ങ് തന്നെ പറഞ്ഞൊരു പോയിന്റ്, ഇന്ന് ഇത് നമ്മൾ ഒളിച്ചു ചെയ്തതല്ല, ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചു ചെയ്തു എന്ന് പറയാനാവില്ല. എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഭാരതത്തിൻ്റെ ധീരനാരികൾ ഇന്ന് വന്നിരുന്ന ലോകത്തോട് അക്കമിട്ട് എണ്ണി പറഞ്ഞു. ഗ്രാഫിക്കലി 5 തുടങ്ങി 30 അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. ഇവിടെ നാം നേടിയത് നയതന്ത്ര തലത്തിൽ കൂടി ഒരു വലിയ വിജയമല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ആ പ്രസ് കോൺഫറൻസ് താങ്കൾ കണ്ടു കാണുമല്ലോ. ഫോറിൻ സെക്രട്ടറിയും 2 എയർഫോഴ്സിന്റെയും ആർമിയുടെയും അപ്പോ എല്ലാം നമ്മൾ തുറന്നു പറയുവാണ്. അതിൽ ഒരുപാട് വീഡിയോസും ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഫോറിൻ സെക്രട്ടറി ഒരുപാട് അംബാസഡേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളെയും അല്ലാതെ ഉള്ളവരെയും, ജർമ്മനിയൊക്കെ ഉണ്ടായിരുന്നു, വിളിച്ച് നമുക്ക് നമ്മുടെ സ്ഥിതി വളരെ കാര്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഭാരതത്തിന്റെ ഡിപ്ലോമസി വളരെ എന്താ പറയുക ട്രാൻസ്പെറന്റ് ആണ്. ഭാരതം എല്ലാം തുറന്നു പറയുന്നു. ഭാരതം എന്തുകൊണ്ടാണ് നമ്മൾ ആ സ്ട്രൈക്ക് ചെയ്തതെന്ന് വളരെ യുക്തമായിട്ട് ലോജിക്കലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ലോകം അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു യുദ്ധം, ചൈന ഒരു എക്സെപ്ഷൻ ആയിരിക്കാം, ടർക്കി ഒരു എക്സെപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ. കാരണം സീസ് ഫയർ വയലേഷൻസ് തുടരുന്നു. തന്നെയുമല്ല, അവര് ഒരു മറുപടി കൊടുക്കുമെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ആർമി ചീഫും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഈ 2 രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് സ്റ്റംബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം.